പുകഴ്ചയും യേശുവിന് മാത്രം. ഹാലിയ ഇളകാത്ത രാജ്യത്തിൻ്റെ അവകാശികളായി നമ്മൾ നിൽക്കുമ്പോൾ സ്തോത്രം. ഹാലിയ എത്ര മഹാഭാഗ്യമാ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നമ്മുടെ ബുദ്ധിക്ക് ചോദിക്കാൻ പറ്റുന്നതിനപ്പുറം, നമ്മുടെ ബുദ്ധിക്ക് നനയ്ക്കാൻ പറ്റുന്നതിനപ്പുറം ഇളകാത്ത രാജ്യത്തിൻ്റെ അവകാശികളായി തീരുന്നത്. സ്തോത്രം. ചിലപ്പം പുറമേ നിന്നൊരു ക്രിയ ആയിരിക്കും നമ്മൾ കാണുന്നത്, ഒന്നും യാഥാർത്ഥ്യമായി നമ്മളൊന്നും കാണുന്നുണ്ടാവില്ല. പക്ഷേ ഹാലിയ ഒരു പുതിയ സൃഷ്ടിയായി വരുന്ന ഒരു വ്യക്തിക്ക് ഭയങ്കര അത്ഭുതകരമായ ജീവിതത്തിനകത്തേക്ക് ദൈവം കൊണ്ടുപോകുന്ന ഒരു സൂപ്പർ നാച്ചുറൽ ലൈഫിനകത്തേക്ക്. സ്തോത്രം. ഹാലലുയ്യ. കർത്താവിൻ്റെ മഹത്വം. ഇത് നമ്മൾ ചിന്തയ്ക്കായി നമ്മൾ വചനം എടുക്കുമ്പോൾ സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിനകത്ത് നമ്മളൊരു സ്ത്രീയെ കാണുന്നുണ്ട്. വീണ്ടും നമ്മൾ ആ സ്ത്രീയെ തന്നെ മർക്കോസിന്റെ സുവിശേഷം 5-നകത്ത് കാണുന്നുണ്ട്. ഈ മർക്കോസിന്റെ സുവിശേഷം 5 നമുക്കൊന്ന് നോക്കാം. അതിനകത്ത് ഒന്നും കൂടെ വ്യക്തമായിട്ട് അവരെക്കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നത് വചനം. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഗോസ്പൽ പാസേജ്. നമ്മൾ കർത്താവിൻ്റെ സുവിശേഷം നമ്മളിന്ന് ശ്രദ്ധിക്കുമ്പോൾ ഇന്ന് വലിയ പ്രാർത്ഥനയോടെ ഇരിക്കണം. പരിശുദ്ധാത്മാവെ, എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളറകൾ ഒന്ന് തുറന്നു തരണം. എനിക്ക് വചനം മനസ്സിലാകാൻ, വചനത്തിനകത്തുള്ള മർമ്മങ്ങൾ, രഹസ്യങ്ങൾ എനിക്ക് മനസ്സിലാകാൻ എന്നെ ഒന്ന് സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ വേണം ഇരിക്കാനായിട്ട്. സ്തോത്രം. അപ്പം മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിനകത്ത് നമ്മൾ ഈ സ്ത്രീയെ കാണുന്നുണ്ട്. 25-ാം തിരുവചനത്തിനകത്ത് women in the crowd had suffered for 12 years with constant bleeding. മർക്കോസ് 5:25. ആ സ്ത്രീയെ നമുക്ക് നമ്മുടെ മുന്നിലോട്ട് അവതരിപ്പിക്കുക. ദൈവവചനത്തിനകത്തൂടെ പരിശുദ്ധാത്മാവ് ഈ സ്ത്രീയെ നമ്മുടെ മുൻപിലോട്ട് അവതരിപ്പിക്കുക. അവരെക്കുറിച്ച് പറയുന്നു, അവൾ 12 വർഷക്കാലമായിട്ട് ശരീരത്തിലൊരു രോഗം കൊണ്ട് നടക്കുന്നവളായിരുന്നു. അപ്പം അവളുടെ രോഗം എന്ന് പറഞ്ഞാൽ സമൂഹത്തിനകത്ത് അവളെ മാറ്റി നിർത്തുന്ന ഒരു രോഗമായിരുന്നു. അവളുടെ രോഗം അശുദ്ധിയുടെ അടയാളമായിരുന്നു. ഒരുപക്ഷെ അവളെ അറിയുന്നവര് ഇന്നത്തെ കാലത്തൊക്കെ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ പറയും, അവളുടെ പ്രാർത്ഥനയൊന്നും ശരിയല്ലാഞ്ഞിട്ടാ ഇത്രയും വർഷങ്ങളായിട്ട് ഈ രോഗമൊന്നും മാറാതെ ഇങ്ങനെ കിടക്കുന്നത്, തീരാവ്യാധിയായിട്ട് ഇങ്ങനെ കിടക്കുന്നത് അല്ലേ. ഇന്നത്തെ പ്രാർത്ഥനക്കാരൊക്കെ ആണെങ്കിൽ അങ്ങനെ പറയും. ചിലപ്പം ചിലവർ പറയും, അവളോട് പറയും, നീ സ്നാനപ്പെട്ടാൽ നിന്റെ രോഗം മാറും എന്ന് പറയും. പക്ഷെ അവളെക്കുറിച്ച് അവളെ അവതരിപ്പിക്കുമ്പോൾ പറയുന്നു, അവള് കഷ്ടം അല്ലെ, അവളോട് നമുക്ക് വലിയ സഹതാപം തോന്നും. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അവളോട് വലിയ സഹതാപം തോന്നും. എന്ന് വെച്ചാൽ 12 വർഷക്കാലമായിട്ട് നിർത്തുവതമില്ലാത്ത രക്തസ്രാവം കൊണ്ട് അവൾ അനുഭവിക്കുക. തീരാവ്യാധിയായ രോഗത്തിൻ്റെ നടുവിൽ അവൾ ഇരിക്കുക. സ്തോത്രം. ഇന്ന് ഞാൻ ആത്മാവിൽ പറയട്ടെ, തീരാവ്യാധിയായ വിഷയങ്ങൾക്ക് ഇന്ന് കർത്താവ് പരിഹാരം കൊണ്ടുവരിക. ചിലവർ പറയും, 15 വർഷമായി ഞാനിത് അനുഭവിക്കുന്നു. അല്ലേ, ചിലപ്പോൾ രോഗമായിരിക്കത്തില്ല, വേറെ ഏതെങ്കിലും വിഷയമായിരിക്കാം, സമൂഹത്തിൻ്റെ മുമ്പിൽ നാണക്കേടുള്ള വിഷയമായിരിക്കാം. പലവരും ജീവിതത്തിനകത്തെ ആ വിഷയം നോക്കിയിട്ട് പലവരും ചോദിക്കും, എന്തുവായി ഇത്രയും നാളായിട്ട് എന്നൊക്കെ ചോദിക്കുന്നതായിരിക്കും. ചിലപ്പം ആ വിഷയം കൊണ്ട് സമൂഹത്തിന്റെ നടുവിൽ ഇറങ്ങിയാൽ കളിയാക്കിയ ആൾക്കാർ ചോദിക്കും, ഇത്രയും വലിയ പദവിയിലിരിക്കുന്ന ആളല്ലേ, പിന്നെ എന്താ ഇങ്ങനെയൊക്കെ ആയത് എന്ന് ചോദിക്കുമായിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷേ ഇന്ന് കർത്താവ്, ഇന്ന് വിശ്വസിക്കണം, ഇത് പറയണം, എൻ്റെ യേശു കർത്താവ് എൻ്റെ ജീവിതത്തിനകത്തെ തീരാവ്യാധിയായ വിഷയത്തിന് ഇന്ന് പരിഹാരം കൊണ്ടുവരുക. സ്തോത്രം. പരിഹാരം ഉള്ളവന്റെ അടുക്കലേക്ക് അവൾ ഓടിപ്പോകുന്നത് നമ്മൾ കാണുന്നത്. അവൻ തിരുവചനം പറയുന്നു, അവൾ എവിടെ ആയിരുന്നു? ആ ജനക്കൂട്ടത്തിന്റെ ഇടയിലായിരുന്നു. അപ്പം ഈ ജനക്കൂട്ടത്തിന്റെ ഇടയിൽ അവളെ തെരഞ്ഞെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. സ്തോത്രം. പക്ഷേ പരിശുദ്ധാത്മാവ് നമ്മളുടെ മുൻപിൽ അവതരിപ്പിക്കുക, ഈ ജനക്കൂട്ടത്തിന്റെ ഇടയിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അത് മിസ് ചെയ്യല്ലേ. എത്ര ജനക്കൂട്ടമുണ്ടെങ്കിലും, റമനാഷിയറാന്റെ എത്ര ആൾക്കാരുണ്ടെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടി ഇറങ്ങി വരുന്ന നല്ല കർത്താവ്. സ്തോത്രം. ഒരു വ്യക്തിയെ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു സ്വർഗത്തിനെ നമുക്ക് പരിചയമുണ്ട്. ഹല്ലേലൂയ. അപ്പം ഇത്രയും ജനക്കൂട്ടത്തിന്റെ ഇടയിൽ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുക, ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവള് 12 വർഷക്കാലമായിട്ട് അവള് രക്തസ്രാവത്തിന്റെ അനുഭവത്തിലൂടെ അവള് കടന്നു പോകുമായിരുന്നു. ഈ രക്തസ്രാവം ഉള്ളത് കാരണം അവൾ ജീവിച്ചുകൊണ്ടിരുന്ന സമൂഹത്തിന്റെ നടുവില് അവൾക്കൊരു കല്യാണത്തിന് പോകാൻ പറ്റത്തില്ല, അവളെ ഒരു വിശേഷത്തിന് കയറ്റത്തില്ല. ഹല്ലേലൂയ. അവളെ ഒരു നല്ല കാര്യത്തിന്, ഒരു നല്ല ചടങ്ങിന് അവൾക്ക് കയറി ചെല്ലാൻ പറ്റത്തില്ല.
അവൾ രക്തസ്രാവം ഉള്ളൊരു സ്ത്രീയാണെന്ന് അവൾ നിൽക്കുന്ന ആ ജനക്കൂട്ടത്തിന് മനസ്സിലായാൽ അവളുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോകും ആ ജനങ്ങളെല്ലാം, അല്ലേ? അവര് പറയും, അയ്യോ നിന്നെ തൊട്ടു ഞങ്ങള്. ആ തൊട്ടലും തീണ്ടലും ഉള്ള ഒരു സമൂഹമായിരുന്നു. നമ്മൾ കേരളത്തിൽ നിന്നൊക്കെ വരുന്നവർക്ക് ഇതൊക്കെ മനസ്സിലാകും, അല്ലേ? ഒരു ദേവാലയത്തിന് അവൾക്ക് കയറാൻ പറ്റില്ല. അവൾക്ക് നമ്മൾ നോക്കിയാൽ അവൾക്കൊരു വചനം വായിക്കാൻ പറ്റില്ല, അവൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. വചനം നിൽക്കട്ടെ, അവൾക്കൊന്നും പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, അവൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവളെ തൊട്ടും തീണ്ടിയും ആൾക്കാർ കഴിക്കത്തില്ല. സ്തോത്രം. അവളെ ഒരു നല്ല കാര്യത്തിന് വിളിക്കത്തില്ല. അവൾ അശുദ്ധം, അശുഭം എന്നൊക്കെ അവളെ പറയും. സ്തോത്രം. പക്ഷേ തിരുവചനം അവളെ അത്രയും ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ നിന്ന് അവളെ പെറുക്കിയെടുത്ത് നമ്മളുടെ മുമ്പിൽ കാണിക്കുക. അവളുടെ ഒരു അവസ്ഥ നോക്കിക്കേ. ഹല്ലിയ. തിരുവചനം പറയുന്നു, അതിൻ്റെ 26 വാക്യം പറയുന്നു, മാർക്ക് 5:26, മർക്കോസ് 5:26, ഷീ ഹാഡ് സഫേർഡ് എ ഗ്രേറ്റ് ഡീൽ ഫ്രം മെനി ഡോക്ടേഴ്സ്. അവള് ഒരു ഡോക്ടറിൻ്റെ അടുത്തുനിന്ന് വേറൊരു ഡോക്ടറിൻ്റെ അടുത്ത്, ഓരോരുത്തരുടെ അടുത്തു നിന്നും അവൾ ഓരോ അനുഭവത്തിനകത്തൂടെ അവൾ കടന്നുപോയി. ഒരു ആള് പറയും, ഇന്നത്തെ കാലത്തെയൊക്കെ നമ്മൾ എടുക്കുവാണെങ്കിൽ പ്രാർത്ഥനക്കാരുടെ അടുത്ത് ഒരു പ്രാർത്ഥനയുടെ അടുത്തു നിന്ന് വേറൊരു പ്രാർത്ഥനയെ പോകുന്നത് പോലെ, അല്ലേ? ചിലവരും ഇങ്ങനെ പോകും, തീരാവ്യാധി പോലത്തെ വിഷയം കിടക്കുമ്പോൾ അവിടെ പോയി ദൂത് കേൾക്കാം, ഇവിടെ പോയി ദൂത് കേൾക്കാം, അങ്ങനെ കേൾക്കാം, ഇങ്ങനെ കേൾക്കാം എന്ന് പറഞ്ഞതുപോലെ തന്നെ അവള് ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി, വേറൊരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി, വേറൊരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി, ഇങ്ങനെ 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 ഓരോ ഡോക്ടർമാർക്കും അവർക്കറിയുന്ന വണ്ണം അവളോട് പറഞ്ഞു കൊടുത്തും അവളെ ചികിത്സിച്ചും തിരുവചനം പറയുന്നു, അവളുടെ വിഷയം നല്ലതായില്ല. അവളുടെ വിഷയം വളരെ മോശമാകുക മാത്രമല്ല, അവൾ കൊണ്ടായിരുന്നത് സകലതും അവൾ വിറ്റഴിഞ്ഞു. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ അവൾക്ക് ശരീരത്തിൽ സുഖമില്ല, അവളുടെ മനസ്സിൽ അവൾക്ക് സുഖമില്ല, അവൾ പോയ ഡോക്ടേഴ്സിന് അവളെ നേരെയാക്കാൻ പറ്റിയില്ല, മരുന്നിനും മന്ത്രത്തിനും അവളെ നേരെയാക്കാൻ പറ്റിയില്ല. അവൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞു തരാം, അവൾ ഒരുപക്ഷെ മന്ത്രവാദികളുടെ അടുക്കലും പോയി കാണും. ഇന്നത്തെ ആൾക്കാർ ഇല്ലേ, അങ്ങനെ നമ്മൾ ആൾക്കാരെ കാണാറുണ്ട്, അല്ലേ? അവർ പ്രാർത്ഥനയ്ക്കും പോകും, പ്രശ്നം വെക്കാനും പോകും. അവർ പ്രാർത്ഥനയ്ക്കും പോകും, പലയിടത്ത് ദൂത് കേൾക്കാനും പോകും. ദൂത് കേൾക്കലെന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ. അവർ പ്രാർത്ഥനയ്ക്കും പോകും, അവർ തിരി കൊളുത്താനും പോകും, അവർ വചനം കേൾക്കാനും പോകും, അവർ സ്വന്തമായിട്ട് കുറേ പ്രവൃത്തി ചെയ്യാനും നോക്കും, അല്ലേ? അവളും ഇതെല്ലാം ചെയ്തു. പക്ഷെ വചനം പറയുന്നു, അവളുടെ വിഷയം ഒരു പടി പോലും ബെറ്റർ ആയില്ല. ഹല്ലേലൂയ, സ്തോത്രം. പകരം എന്ത് പറ്റി? അതൊന്നും കൂടെ മോശമായതേ ഉള്ളൂ. വചനം പറയുന്നു, ഇൻഫാക്ട് ഷീ ഹാഡ് ഗോട്ടൻ വേഴ്സ്. അവളുടെ ആദ്യത്തെ അവസ്ഥയെക്കാട്ടിലും വളരെ ദയനീയമായി, വളരെ മോശമായി അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ. സ്തോത്രം. അവൾ ഭയങ്കര. ചിലവരെന്ന് കാണും, അയ്യോ ശരിയാ സിസ്റ്ററെ, അന്നുണ്ടായിരുന്നതിനെക്കാട്ടിലും മോശമാ, ഞാൻ പ്രാർത്ഥിക്കാൻ ഇറങ്ങിയതിനെ പിന്നെ ഒന്നും കൂടെ വിഷയമാ, ഒന്നും കൂടെ പ്രശ്നമാ എന്ന് പറയുന്നവർ കാണും. അയ്യോ, പ്രാർത്ഥിക്കാൻ ഇറങ്ങിയത് കൊണ്ടല്ല, യേശു കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങിയത് കൊണ്ടല്ല വിഷയം. സ്തോത്രം. ഞാൻ പറയട്ടെ, വിഷയം മുറുകുന്തോറും വിളിച്ചു പറയണം, ഇതിന് പരിഹാരമുണ്ട്. ഹല്ലിയ. വിഷയം മുറുകുന്തോറും ഹല്ലിയ വിളിച്ചു പറയണം, ഈ വിഷയത്തിൻ്റെ അവസാനം ആവാൻ വേണ്ടിയാ ഇത് ഇത്രയും ആയിത്തീർന്നത്. ഹല്ലേലൂയ. ഇതിങ്ങനെ ആയിത്തീരുന്നത്. ചില മെഷീൻസ് ഒക്കെ കണ്ടിട്ടുണ്ടോ? അതിൻ്റെ ലൈഫ് തീരാറാവുമ്പോഴത്തേക്ക് അതൊന്നും കൂടെ പെട്ടെന്ന് വേഗത്തിൽ അത് പ്രവർത്തിക്കുന്നത്. അപ്പം അറിയാം അത് തീരാറായി എന്ന്, അല്ലേ? ചില വിളക്കൊക്കെ കരിന്തിരി കത്തുന്നതിന് മുമ്പ് അതങ്ങോട്ട് ആളി കത്തി നല്ല തേജസ്സോടെ കത്തിയിട്ട് അതങ്ങ് കരിന്തിരി കത്തിപ്പോവും. എന്ന് പറയണം, വിഷയങ്ങളൊക്കെ എനിക്ക് സഹിക്കാൻ പറ്റാത്ത പരുവമായോ, അത് തീരാൻ പോവും, ആ വിഷയത്തിൻ്റെ ഒക്കെ അവസാനമാ എന്നിത് വിളിച്ചു പറഞ്ഞേ. സ്തോത്രം. അവളുടെ വിഷയം വളരെ ദയനീയമായി. എന്നിട്ട് ഇനി ശ്രദ്ധിക്കണം, 27 തിരുവചനത്തിനകത്ത് ഒന്ന് വായിക്കാം. 27 തിരുവചനം ഒന്ന് വായിച്ചേ. ഒരു സ്ത്രീ യേശുവിന്റെ വാർത്ത കേട്ടു. അവൾ എന്ത് കേട്ടു? അവള് വാർത്ത കേട്ടു. ഹല്ലേലൂയ. ഇതെന്ന് പറഞ്ഞേ, വാർത്ത കേട്ടു. അപ്പം വാർത്ത കേൾക്കണമെങ്കിൽ ആരോ പറഞ്ഞിട്ടാ വാർത്ത കേട്ടത്. റോമാക്കാരുടെ ലേഖനം 10-ാം അധ്യായത്തിനകത്ത് നമ്മൾ വരുമ്പോൾ സ്തോത്രം, വചനം ഇങ്ങനെയാ പറയുന്നത്. ഹല്ലേലൂയ. റോമൻസ് ചാപ്റ്റർ 10 വേഴ്സ് നമ്പർ 17, 10:17 ഇങ്ങനെ പറയുന്നു, സോ ഫെയ്ത്ത് കംസ് ഫ്രം ഹിയറിംഗ്, ദാറ്റ് ഈസ് ഹിയറിംഗ് ദി ഗുഡ് ന്യൂസ് അബൌട്ട് ക്രൈസ്റ്റ്. അത് വായിച്ചേ. ആകയാൽ വിശ്വാസം കേൾവിയാലും. വിശ്വാസം എങ്ങനെയാ? കേൾവിയാലും. ക്രിസ്തുവിന്റെ വചനത്താൽ. അപ്പം കേൾക്കണം. ഇന്നത് പറഞ്ഞ് കേൾക്കണം. ഹല്ലിയ. അപ്പൊ നമ്മൾ കേൾക്കണം. എന്താ കേൾക്കേണ്ടത്? ഒന്ന്, വചനം കേൾക്കണം.
2, ഇവള് മറ്റുള്ളവരുടെ സാക്ഷ്യം കേട്ടു. തിരുവചനം പറയുന്നു അവള് യേശുവിനെ കുറിച്ച് കേട്ടിരുന്നു. 27 അങ്ങനെയാ പറയുന്നത്, മർക്കോസ് 5:27. ഷീ ഹാഡ് ഹേർഡ് അബൌട്ട് ജീസസ്. അവൾ എന്തായിരിക്കും കേട്ടിരിക്കുന്നത്? അവൾ കേട്ടിട്ടുണ്ടാവും, അയ്യോ മരിച്ചവനെ ഉയർപ്പിക്കുന്നവനാ. അവള് കേട്ടിട്ടുണ്ടാവും മഹാ മനസ്സുള്ള ഒരുവനാ. അവള് കേട്ടിട്ടുണ്ടാവും മിശിഹയാ, അവന് വേണ്ടിയാ ഞങ്ങളൊക്കെ കാത്തിരുന്നത്. അവള് കേട്ടിട്ടുണ്ടാവും അവൻ മനസ്സലിവും സങ്കടങ്ങളെ മാറ്റുന്നവനും കണ്ണുനീരൊപ്പുന്നവനും തൊട്ടാൽ രോഗം വിടുവിക്കപ്പെടുന്നവനും ഭയങ്കര അത്ഭുതവാനാ. അവള് കേട്ടിട്ടുണ്ട്. സ്തോത്രം. അവൾ ഒരുപക്ഷെ മറ്റുള്ളവരിൽ നിന്ന് കേട്ടിട്ടുണ്ടാവും, യേശു ഇങ്ങനെ പറഞ്ഞു കേട്ടോ, നമ്മൾ പരസ്പരം സ്നേഹിക്കണം, നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം, മറ്റുള്ളവരെ സ്നേഹിക്കണം എന്നൊക്കെ യേശു പറഞ്ഞിട്ടുണ്ട്. അതും അവൾ കേട്ടിട്ടുണ്ടാവും. അവൾ കേട്ടിട്ടുണ്ടാവും 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചവനാ, ഭയങ്കര അത്ഭുതവാനാ, വെള്ളത്തിൻ്റെ മീതെ നടക്കുന്നവനാ, വെള്ളം വീഞ്ഞാക്കിയവനാ എന്ന് പറഞ്ഞാൽ മനുഷ്യബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതിനപ്പുറം പ്രവൃത്തികൾ ചെയ്യുന്നവനാണെന്ന് അവൾ സാക്ഷ്യങ്ങൾ കേട്ടു. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ സാക്ഷികൾ മറ്റുള്ളവർ കേൾക്കണം. സ്തോത്രം. ഞാൻ പറയട്ടെ, ഒരു സാക്ഷ്യം എൻ്റെ യേശു എൻ്റെ ജീവിതത്തിൽ ഇന്നത് ചെയ്തു എന്ന് കേട്ടാൽ ആ വ്യക്തിയെ, കേൾക്കുന്ന വ്യക്തിയെ നമ്മൾ വിശ്വാസത്തിനകത്തേക്ക് നയിക്കുവാൻ നമ്മൾ ഒരു കണ്ണിയായി തീരുക, നമ്മൾ ഒരു റീസണായി തീരുക. ജീവിതത്തിനകത്തൊരു മുട്ടുസൂചി നഷ്ടപ്പെട്ടു പോയിട്ട് യേശുവിനോട് പ്രാർത്ഥിച്ചിട്ട് കിട്ടിയോ? തലവേദന മാറിയോ? മക്കള് നേരെയായോ? ജീവിതത്തിനകത്ത് ദാരിദ്ര്യം മാറിയോ? ക്ഷാമം മാറിയോ? എന്ത് വേണേലും ആയിക്കോട്ടെ, വിളിച്ചു പറയണം. ഹല്ലേലൂയ. പെരപ്പുറത്ത് കയറി നിന്ന് വിളിച്ചു പറയണം, ദേ നിങ്ങളൊന്ന് കേട്ടേ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് അത്ഭുതം ചെയ്തു, യേശു ജീവിക്കുന്നവനാ, ഞാൻ നിങ്ങളോട് പറയാം. സ്തോത്രം. ഹല്ലേലൂയ. ഇവള് കേട്ടു. ഇവളുടെ തീരാവ്യാധിയായ രോഗത്തിന് യേശുവിൻ്റെ കയ്യിൽ പരിഹാരമുണ്ട് എന്ന് അവളുടെ അകത്തൊരു ചിന്ത വരാനായിട്ട് അത് കാരണമായി. ഹല്ലേലൂയ. ഷീ ഹേർഡ് അബൌട്ട് ജീസസ്. അവൾ കേട്ടിട്ട് അവൾ വീട്ടിനകത്ത് അടഞ്ഞിരുന്നില്ല. അവൾ പറഞ്ഞില്ല, അവരൊക്കെ പറഞ്ഞു. കാര്യം ശരി, അവർക്കൊക്കെ അത്ഭുതം നടന്നു, പക്ഷെ എനിക്കങ്ങനെ നടക്കുമോ എന്ന് ആർക്കറിയാം. അങ്ങനൊന്നും അവൾ ചിന്തിക്കാൻ പോയില്ല. തിരുവചനം പറയുന്നു, സോ ഷീ കെയിം അപ്പ് ബിഹൈൻഡ് ഹിം ത്രൂ ദ ക്രൗഡ് ആൻഡ് ടച്ച്ഡ് ഹിസ് റോബ്. അവൾ എന്ത് ചെയ്തു? അവൾ പ്രതികരിച്ചു. അവൾ കേട്ടതിന് പുറത്ത് അവൾ പ്രതികരിച്ചു. ഇതൊന്ന് പറഞ്ഞേ, പ്രതികരിക്കണം. സ്തോത്രം. അവള് പ്രതികരിച്ചു. അവൾ വീട്ടിനകത്ത് അടഞ്ഞിരുന്നില്ല. അവൾ പറഞ്ഞില്ല, യേശു റിയൽ ആണെങ്കിൽ എന്നോട് വന്നൊന്ന് ഇടപെടട്ടെ, യേശു റിയൽ ആണെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാം, യേശു എന്നെ സുഖമാക്കട്ടെ. നോ. അവൾ എവിടെയാണോ അത്ഭുതം നടക്കുന്നത് അവിടത്തേക്ക് അവൾ ചെന്നു. എവിടാണോ യേശു ഉള്ളത് അവൾ അവിടേക്ക് ചെന്നു. സ്തോത്രം. ഇത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അത്ഭുതം നടക്കുന്നു, അടയാളങ്ങൾ നടക്കുന്നു, വീര്യപ്രവൃത്തികൾ നടക്കുന്നു. അന്നാ ഞാൻ എഴുതി വെച്ച് പറയാം, അവിടെ യേശു ഉണ്ട്. യേശു ഉണ്ടെങ്കിലേ അത്ഭുതങ്ങൾ നടക്കത്തുള്ളൂ. യേശു ഉണ്ടെങ്കിലേ രോഗസൗഖ്യങ്ങൾ നടക്കത്തുള്ളൂ. ഒരു കൂട്ടത്തിൻ്റെ ഇടയിൽ ഹല്ലേലൂയ രോഗങ്ങൾ മാറുന്നു, കുടുംബങ്ങൾ വിടുവിക്കപ്പെടുന്നു, മനുഷ്യര് മാനസാന്തരപ്പെടുന്നു. ഹല്ലേലൂയ. ഇങ്ങനെയൊക്കെ നിങ്ങൾ അത്ഭുതങ്ങൾ കേൾക്കുന്നു, കാണുന്നുവെങ്കിൽ അവിടെ യേശു ഉണ്ട്. സ്തോത്രം. അവൾ യേശുവിനെ കുറിച്ച് കേട്ടപ്പോൾ അവൾ എന്ത് ചെയ്തു? അവൾ പ്രതികരിച്ചു. ഇന്നൊന്ന് പറഞ്ഞേ, പ്രതികരിക്കണം. നിങ്ങൾ പ്രതികരിക്കണം. സ്തോത്രം. പ്രാർത്ഥനയാൽ പ്രതികരിക്കണം, വചനധ്യാനത്താൽ പ്രതികരിക്കണം, വാ തുറന്ന് മറ്റാരോടെങ്കിലും യേശുവിനെ കുറിച്ച് പറഞ്ഞ് പ്രതികരിക്കണം. സ്തോത്രം. ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്കകത്ത് കടന്നുപോയി ആ ഒരു കൂട്ടത്തിൻ്റെ കൂടെ കൂടിയിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് പ്രതികരിക്കണം, വചനത്തിനോട് പ്രതികരിക്കണം. സ്തോത്രം. ഇത് എൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും എന്നുള്ള വിശ്വാസത്തോടെ പ്രതികരിക്കണം. ഹല്ലേലൂയ. ഇവള് പ്രതികരിച്ചു. എന്നിട്ട് ആരും അറിയാതെ, യേശു പോലും അറിയാതെ യേശുവിൻ്റെ പിൻപിൽ വന്നിട്ട് അവൾ യേശുവിൻ്റെ വസ്ത്രത്തെ തൊട്ടു. എന്തായിരിക്കും അവൾ തൊടാൻ അങ്ങനെ കാരണം? അടുത്ത വാക്യം പറയുന്നു, 28 പറയുന്നു, ഫോർ ഷീ തോട്ട് ടു ഹെർസെൽഫ്, if I can just touch his robe, I will be healed. ആ വാക്യം ഒന്ന് വായിച്ച് 28. അവന്റെ വസ്ത്രം ഇങ്ങനെ ഒന്ന് തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്ന് അവള് പറഞ്ഞു എന്ന് അവള് ചിന്തിച്ചു എന്താ. ഓക്കെ, ഷീ തോട്ട്. അപ്പൊ അവള് ചിന്തിച്ചതിനെ അവള് പറയുമായിരുന്നു. ചിലവരെ കണ്ടിട്ടില്ലേ, അവർ തന്നെ സംസാരിച്ചുകൊണ്ട് നടക്കും. അവർ പറയും, ഞാൻ ഇന്ന് ഇങ്ങനെ കൂട്ടാൻ വെക്കാം, ഞാൻ ഇന്ന് പച്ചക്കറി പോയി മേടിക്കാം, ഞാൻ ഇന്ന് അവരൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്, ഞാനപ്പോൾ എന്ത് ചെയ്യണം, ഞാൻ രാവിലെ ഇങ്ങനെ ചെയ്യണം, ഉച്ചയ്ക്ക് ഇങ്ങനെ ചെയ്യണം, വൈകിട്ട്. അങ്ങനെ സംസാരിക്കുന്നവരെ കണ്ടിട്ടില്ലേ സ്വന്തമായിട്ട്? അതേപോലെ തന്നെ അവൾ ചിന്തിച്ചത് അവളങ്ങ് സംസാരിച്ചു. അവളോട് തന്നെ അങ്ങ് പറഞ്ഞു. എന്തിനായിരിക്കും അവൾ അങ്ങനെ പറഞ്ഞത്?
അല്ല, അവൾ ചിന്തിച്ചത് അവൾ പറഞ്ഞാൽ അവൾക്കൊരു ഉറപ്പ് കിട്ടും. എന്താണ് അവൾ പറഞ്ഞത്? ഞാനും യേശുവിൻ്റെ പിന്നിലൊന്ന് ചെന്ന് അവൻ്റെ തൊങ്ങലേൽ ഒന്ന് തൊട്ടാൽ മതി. അവൾ ആഗ്രഹിച്ചില്ല യേശു എൻ്റെ തലയെ കൈവച്ചാലേ ഞാൻ സൗഖ്യമാകത്തുള്ളൂ, എൻ്റെ തലയൊന്ന് പിടിച്ച് കുലുക്കി എന്നോടൊരു ദൂത് പറഞ്ഞാലേ എൻ്റെ ജീവിതത്തിനകത്ത് വിടുതലുണ്ടാകത്തുള്ളൂ. നോ 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 നോ, അവൾ അങ്ങനൊന്നും ചിന്തിച്ചില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ എടുത്താൽ ഞാനൊന്ന് കയറി ഒന്ന് ആ വചനം ഒന്ന് കേട്ടാൽ മതി, എൻ്റെ ജീവിതത്തിനകത്ത് വിടുതലുണ്ടാകും. അങ്ങനെ അവൾ ചിന്തിച്ചു. ചിന്തിച്ചതിനെ അവൾ വിളിച്ചു പറഞ്ഞു. അവൾ പറഞ്ഞു, ഞാൻ അവൻ്റെ പിൻപിൽ ചെന്ന് അവൻ്റെ മുഖം ഒന്നും കാണണ്ട, അവൾക്ക് വലിയ വിചാരങ്ങളൊന്നും ഇല്ലായിരുന്നു. അവൻ്റെ വസ്ത്രത്തിൻ്റെ ആ നൂലിലൊന്ന് തൊട്ടാൽ മതി, എനിക്ക് സൗഖ്യമുണ്ടാവും. കണ്ടോ അവളുടെ എക്സ്പെക്റ്റേഷൻ. അവൾ എങ്ങനെയാ ആ പ്രാർത്ഥനയ്ക്ക് പോയത്? അവൾ എങ്ങനെയാ ആ കൂട്ടത്തിൻ്റെ ഇടയിലോട്ട് പോയത്? വലിയ പ്രതീക്ഷയോടെ. എന്നൊന്ന് പറഞ്ഞേ, ഗ്രേറ്റ് എക്സ്പെക്റ്റേഷൻ, വലിയ പ്രതീക്ഷ. ഹല്ലിയ. വിഷയം വലുതാണെങ്കിൽ പ്രതീക്ഷയും അത്ര വലുതായിരിക്കണം. സ്തോത്രം. ഈ ഒരു പ്രാർത്ഥനയ്ക്ക് കയറുമ്പോൾ ഇങ്ങനെ തീരുമാനിച്ചിട്ട് വേണം കയറാൻ. എനിക്കിന്ന് വിടുതലുണ്ട്, എൻ്റെ വിഷയത്തിൻ്റെ മേൽ എനിക്ക് പരിഹാരമുണ്ട്. സ്തോത്രം. അവൾ കേട്ടതിനെ അവൾ പ്രതികരിച്ചതിനെ അവൾ എങ്ങനെയാ പ്രതികരിക്കാൻ കാരണമായത്? അവൾ ചിന്തിച്ചു. ഹല്ലിയ. ഇന്ന് അവളുടെ ചിന്തകളെ നോക്കിയാൽ അവൾ ചിന്തിച്ചില്ല, അയ്യോ രക്തസ്രാവമാണല്ലോ, അയ്യോ ആൾക്കാർ കാണുമല്ലോ, എന്നെ ട്രീറ്റ് ചെയ്ത ഡോക്ടേഴ്സൊക്കെ അതിൻ്റെ ഇടയിലുണ്ടെങ്കിൽ അവർ വിളിച്ചു പറയുമായിരിക്കുമല്ലോ, ഇവള് ഞങ്ങളുടെ അടുക്കൽ വന്നത് ഇവളൊരു രക്തസ്രാവക്കാരിയാ, എൻ്റെ ബന്ധുക്കാർ കണ്ടാൽ എന്തു ചെയ്യൂ, എൻ്റെ നാട്ടുകാരറിഞ്ഞാൽ എന്ത് ചെയ്യും, എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ സഹോദരങ്ങളും എൻ്റെ കൂട്ടുകാരും ഒക്കെ കണ്ടാൽ നാണക്കേടല്ലേ, ഞാൻ യേശുവിൻ്റെ അടുക്കലേക്ക് പോകുന്നതാണെന്ന് പറഞ്ഞാൽ നാണക്കേടല്ലേ. അതൊന്നും തിങ്ക് ചെയ്യാനേ പോയില്ല. അവൾ അതൊന്നും ചിന്തിച്ചില്ല. അവളുടെ ചിന്തയ്ക്കകത്ത് ഒറ്റ കാര്യമേ ഉള്ളായിരുന്നു, എനിക്കിന്ന് രക്ഷ വേണം, എനിക്കിന്ന് വിടുതൽ വേണം, എനിക്ക് എൻ്റെ വിഷയത്തിൻ്റെ മേൽ എനിക്ക് പരിഹാരം വേണം. ഞാൻ പറയാം, എൻ്റെ ഭാഷയെ പറഞ്ഞാൽ ഞാൻ പറയാം, അവൾ വളരെ സ്വാർത്ഥതയോടെ ദൈവസന്നിധിയിൽ കടന്നു ചെന്നു. ഇന്ന് കർത്താവിൽ നിന്ന് എന്തെങ്കിലും വേണോ? സ്വാർത്ഥതയോടെ കടന്നു ചെല്ലണം. എനിക്ക് വേണം, ഞാൻ ഈ വിടുതലും കൊണ്ടേ പോകത്തുള്ളൂ. അങ്ങനെ വരുമ്പോഴാണ് പലവരും ചുറ്റിനും കാഴ്ചക്കാരായിട്ട് നിൽക്കുന്നത്. ഈ കൂട്ടത്തിൻ്റെ ഇടയിൽ നോക്കിക്കേ, അവൾക്ക് മാത്രമേ സൗഖ്യമുണ്ടായുള്ളൂ. അല്ലയ, അത്രേ യേശു കർത്താവ് ഒരു സ്ഥലത്തേക്ക് പോകുമായിരുന്നു. യേശു കർത്താവ് ഒരു പള്ളി പ്രമാണിയുടെ മോളെ സുഖമാക്കാനായിട്ട് പോകുമായിരുന്നു. പോകുന്നതിൻ്റെ വഴിയിൽ യേശുവിൻ്റെ ചുറ്റിനും ഒരു തിക്കും തിരക്കും ഉണ്ടായിരുന്നു. വേറെ ആരും അവിടെ സൗഖ്യമായതായി പറയുന്നില്ല, അവൾ മാത്രമേ സൗഖ്യമുള്ളായുള്ളൂ. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് അകത്തേക്ക് കയറിയിരിക്കുമ്പോൾ, വചന ധ്യാനത്തിനകത്ത് കയറിയിരിക്കുമ്പോൾ, ചിലപ്പോൾ ഒരു വ്യക്തിക്ക് ഒരു സൗഖ്യം കിട്ടിക്കാണും, ഒരു വിടുതൽ കിട്ടിക്കാണും, ഒരു മറുപടി കിട്ടിക്കാണും പ്രാർത്ഥനയ്ക്ക്. മറ്റുള്ളവരും ഒക്കെ ഇങ്ങനെ നോക്കിയിരുന്ന് കാണും, അല്ലേ? സ്തോത്രം. അതാ അവിടെ നടന്നത്. അവളുടെ തിടുക്കം ദൈവം കണ്ടു. ഹല്ലേലൂയ. അവളുടെ ഹൃദയത്തിനകത്തെ ആവേശം കർത്താവ് കണ്ടു. ഇത് ഞാൻ പറയട്ടെ, ദൈവസന്നിധിയിൽ മറ്റുള്ളവരെ കാട്ടിലും ആവേശത്തോടെ ഇടിച്ചു തള്ളി കയറി ചെല്ലണം. പത്രോസിനെ കണ്ടോ? പത്രോസും കൂട്ടുകാരും ഒരു പടകിനകത്ത് ഇരിക്കുക, 12 ശിഷ്യന്മാരൊരു പടകിനകത്ത് ഇരിക്കുക. ആ പടകിനകത്ത് ഇരിക്കുമ്പോൾ യേശു കർത്താവ് വെള്ളത്തിൻ്റെ മീതെ നടന്നു വന്നപ്പോൾ പത്രോസ് മാത്രം തിടുക്കമായിട്ട് പറഞ്ഞു, കർത്താവേ, നീ ആണെങ്കിൽ എന്നെ ഒന്ന് വിളിക്കും, ഞാനും ഒന്ന് ഇറങ്ങി നടക്കട്ടെ. പത്രോസ് നടക്കുന്ന കണ്ടപ്പം ഞാൻ ഉറപ്പായിട്ടും പറയാം, ഞാനായിരുന്നെങ്കിൽ വേറൊരാൾ അങ്ങനെ എടുത്തു ചാടി നടക്കുന്നത് കണ്ടെങ്കിൽ ഞാൻ ഓർത്തേനെ, ഞാനൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്കും ഒന്ന് നടക്കാമെന്ന്, ഞാൻ അവനെക്കാട്ടിലും ആദ്യം ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് നടക്കാൻ പറ്റിയേനെ. ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞേനെ, എനിക്ക് അസൂയ വന്നേനെ. കണ്ടോ അയാൾ നടന്നത് കണ്ടോ, ഞാനൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ. ഹല്ലേലൂയ. സ്തോത്രം. പത്രോസ് തിടുക്കത്തിൽ ചാടിയപ്പോൾ കർത്താവിന് അത്ഭുതം ചെയ്യാതിരിക്കാൻ പറ്റിയില്ല. ഹല്ലേലൂയ. 4 കൂട്ടുകാരന്മാര് അവരുടെ ഒരു കൂട്ടുകാരനെ, തളർന്നു കിടക്കുന്ന കൂട്ടുകാരനെ കൊണ്ടുവന്നപ്പം അവർക്ക് തിടുക്കമായിരുന്നു. യേശു അവനെ സൗഖ്യമാക്കണമെന്ന് അവർ ഭയങ്കര ആവേശത്തോടെയാണ് വന്നത്. അവരെന്ത് ചെയ്തു? നാട്ടുകാരും വീട്ടുകാരും എന്ത് പറയുമെന്നൊന്നും അവർ നോക്കിയില്ല. ഭാവിയിൽ എന്തുവായി തീരുമെന്ന് നോക്കിയില്ല. അവർ മേൽക്കൂര പൊളിച്ചിട്ട് അവരുടെ കൂട്ടുകാരനെ ഇറക്കി. കർത്താവിനെ എങ്ങനെ സുഖമാക്കാതിരിക്കാൻ പറ്റും? ഹല്ലേലൂയ. സ്തോത്രം. അത്രയും ജനക്കൂട്ടത്തിനകത്ത് യേശു കർത്താവ് അവളുടെ ആവേശം കണ്ടു. അവൾക്ക് പറയാമായിരുന്നു, അയ്യോ
മനുഷ്യൻ എന്നെ കല്ലെറിയും. മോശയുടെ കാലത്തിലെ നിയമമാ അവരെ ഭരിക്കുന്നത്. അവള് രക്തസ്രാവക്കാരിയാന്നറിഞ്ഞാൽ അവളെ കല്ലെറിഞ്ഞു കൊല്ലാൻ അവകാശമുണ്ട് ജനക്കൂട്ടത്തിന്. അവള് ചിന്തിച്ചില്ല, അവള് റിസ്ക് എടുത്തു. ഹാല്യ, ആർ യു വില്ലിംഗ് ടു ടേക്ക് ദ റിസ്ക് ഫോർ ജീസസ്? യേശു കർത്താവിന് വേണ്ടി റിസ്ക് എടുക്കാൻ തയ്യാറാണോ? ആ എടുത്തു ചാടാൻ തയ്യാറാണോ? എൻ്റെ യേശുവിനോടുള്ള സ്നേഹം കാരണം എടുത്തു ചാടാൻ തയ്യാറാണെങ്കിൽ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാനും തയ്യാറാ. ഹല്ലേലൂയ. അവൾ എടുത്തു ചാടി. അവൾ നാട്ടുകാരെന്തു പറയും, വീട്ടുകാരറിഞ്ഞാൽ നാണക്കേട്, ഒന്നും അവൾ ചിന്തിച്ചില്ല. അവൾ എടുത്തു ചാടി. സ്തോത്രം. എടുത്തു ചാടിയപ്പോൾ കർത്താവിന് മഹത്വം. 29-ാം തിരുവചനം പറയുന്നു, നാളെയല്ല, മറ്റന്നാളല്ല, 2 മണിക്കൂർ കഴിഞ്ഞല്ല. വചനം പറയുന്നു, ഇമ്മീഡിയറ്റ്ലി ദ ബ്ലീഡിങ് സ്റ്റോപ്ഡ്. അതൊന്ന് മലയാളത്തിൽ വായിച്ചേ. ക്ഷണത്തിൽ. ഹാലിയ. ഇതൊന്ന് പറഞ്ഞ ക്ഷണത്തിൽ. ഇന്ന് എടുത്തു ചാടാൻ തയ്യാറാണോ കർത്താവിന് വേണ്ടി? ക്ഷണത്തിൽ ചില വിടുതലുകൾ സംഭവിക്കുന്നത് കാണാം. ഹാലലുയ്യ. ക്ഷണത്തിൽ. ഹാലിയ. അവളെല്ലാം നഷ്ടപ്പെട്ടവളായിരുന്നു. 100 പേരുടെ അടുത്ത് ചെന്നപ്പോൾ 100 വിധത്തിൽ അവളെ ട്രീറ്റ് ചെയ്തു. 100 അഭിപ്രായങ്ങൾ അവൾ കേട്ടവളാ. അവളെ സകലതും നഷ്ടപ്പെട്ടു പോയി, 0 ആയവളാ. ഞാൻ പറയട്ടെ, 0 ആവുമ്പോഴാ പലവരും കർത്താവിന്റെ അടുക്കിലേക്ക് വരുന്നത്. അതുവരെ അനങ്ങത്തില്ല. സ്തോത്രം. പക്ഷേ ഇതിനകത്തൊരു അത്ഭുതം ഉണ്ടായിരുന്നു. ഇവള് കേട്ടു. ഇവള് കേട്ടതിന്റെ പുറത്ത് പ്രവർത്തിക്കാൻ തയ്യാറായിരുന്നു. ഇന്ന് കേട്ടതിന്റെ പുറത്ത് പ്രവർത്തിക്കാൻ തയ്യാറാണോ? മറ്റാരെങ്കിലും പറയുന്നുണ്ടോ, നിങ്ങൾ ഇങ്ങനെ ചെയ്യ്, നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വിടുതൽ ഉണ്ടാകും, അത് കയറി ചാടി പിടിച്ചിട്ട് ഞാനും അത് ചെയ്യാം, യേശുവിന് വേണ്ടി ഞാനും ചെയ്യാം എന്ന് തയ്യാറാണോ? ഇവിടെ തയ്യാറായിരുന്നു. വചനം പറയുന്നു, അത്രയും പേരവിടെ നിന്നിട്ട് ഹല്ലിയ, ആരെയും യേശു സൗഖ്യമായതായി പറയുന്നില്ല, ഇവളെ മാത്രം സൗഖ്യമാക്കി. ഹല്ലേലൂയ. സ്തോത്രം. അവളെങ്ങനെ കേട്ട് കാണും അല്ലേ? നമ്മൾ ഈ അധ്യായം തുടങ്ങുമ്പോൾ ഒരു മനുഷ്യനെ നമ്മൾ കാണുന്നുണ്ട്. ആ വ്യക്തി ഈ ഗെനസാരത്തിലെ ഒരു ഭൂതഗ്രസ്തനായിരുന്നു. ഈ ഭൂതഗ്രസ്തനെ വിടുവിച്ച് കഴിഞ്ഞപ്പോൾ അവന് സന്തോഷം സഹിക്കാൻ വയ്യ. അവൻ എന്ത് ചെയ്തു? അവൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, നീ പോകുന്ന വഴി ഞാനും വരാം, ഞാനും നിന്റെ കൂടെ വരാം അല്ലേ. 5:18 വായിക്കുമ്പോൾ 18 വായിക്കുമ്പോൾ അവൻ പറയുക, വചനം കിടക്കുന്നു, ആ ഭൂതഗ്രസ്തൻ, അവൻ ഭൂതഗ്രസ്തനായിരുന്നു, ഇപ്പൊ അവൻ ഭൂതഗ്രസ്തനല്ല. അവന്റെ ജീവിതത്തിൽ നടന്ന മാറ്റം കണ്ടിട്ട് അവന് പോലും സഹിക്കാൻ വയ്യ. തിരുവചനം പറയുന്നു, ദ ഡീമൻ പൊസസ്ഡ് മാൻ ബെഗ്ഡ് ടു ഗോ വിത്ത് ജീസസ്. അവൻ നിലത്ത് വീണ് ഒരുപക്ഷെ യേശുവിൻ്റെ കാലിൽ പിടിച്ച് അവൻ അപേക്ഷിച്ചു. മലയാളത്തിൽ എനിക്ക് തോന്നുന്നു അപേക്ഷിച്ചെന്നാ കിടക്കുന്നത്. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനകത്ത് പറയുന്നത് ഹി ബെഗ്ഡ് എന്ന് പറഞ്ഞാൽ പിച്ചക്കാരൻ തെണ്ടുന്നത് പോലെ അവൻ കർത്താവിനോട് പറഞ്ഞു, പിച്ച യാചിക്കുന്നത് പോലെ പറഞ്ഞു, യേശുവേ, ഞാനും നിന്റെ കൂടെ ഒന്ന് വരട്ടെ കർത്താവേ, നീ എന്നെ സുഖമാക്കിയതല്ലേ, നീ പോകുന്നിടത്ത് ഞാൻ വരാം, നിന്റെ കൂടെ ഞാൻ വരാം. പക്ഷെ യേശു അവനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഹോ റീമാനാഷ്യാറാന്തി. യേശു അവനോട് പറയുക, ഇല്ല, നീ നിന്റെ കുടുംബത്തിന്റെ അടുക്കിലേക്ക് പോയി ഞാൻ ചെയ്ത അത്ഭുതം നീ ചെന്ന് പറ. ദൈവം നിനക്ക് വേണ്ടി ചെയ്ത മഹാ അത്ഭുതം നീ ചെന്ന് പറ. സ്തോത്രം. നീ ചെന്ന് പറ. യേശു കർത്താവ് കരുണയുള്ളവനാ, പാപങ്ങളെ ക്ഷമിക്കുന്നവനാ. അവൻ യേശു കർത്താവ് ഒരുവനെ കണ്ടാൽ അവൻ്റെ കുറ്റവും പാപവും പൊക്കിക്കൊണ്ട് വന്നിട്ട് അവനോട് നീ എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കത്തില്ല. നീ ഇത് കാരണം നീ അനുഭവിക്കുന്നതെന്ന് പറയത്തില്ല. നിന്റെ ഹൃദയം നീ കൊടുക്കാമോ? നിന്നെ സൗഖ്യമാക്കാൻ തയ്യാറുള്ള ഒരു നല്ല കർത്താവുണ്ട്, നീ ചെന്ന് പറ. അവൻ ചെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അതേപോലെ ഈ സ്ത്രീ ജീവിച്ച ദേശത്ത് ആരോ പറഞ്ഞു, അതാ അവൾ സുഖമായത്. ഹല്ലേലൂയ. ഇന്ന് നമ്മളുടെ ജീവിതത്തിനകത്ത് കിട്ടുന്ന അത്ഭുതങ്ങൾ നമ്മൾ എത്ര പേരോട് പറയണം. നമ്മൾ ഈ ഗെനസറത്തിലെ ഈ മനുഷ്യൻ സുവിശേഷം പറഞ്ഞ് അടുത്ത തവണ യേശു കർത്താവ് അവിടെ വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. യേശു കർത്താവിനെ ഈ ഗെനസാരത്തിലുള്ള ജനം വളരെ സ്നേഹത്തോടെ സ്വീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഹല്ലേലൂയ. അതേപോലെ തന്നെ സ്തോത്രം, ഈ സ്ത്രീയും സുവിശേഷം കേട്ടു, അവൾക്ക് സൗഖ്യമുണ്ടായി. യേശു കർത്താവ് അവൾക്ക് വേണ്ടി ഒരു നിമിഷം നിന്നു. ഹല്ലേലൂയ. യേശുവിൽ നിന്നൊരു ശക്തി പുറത്തേക്ക് പുറപ്പെടുന്നത് യേശു കർത്താവ് പറയുന്നുണ്ട്. മർക്കോസ് സുവിശേഷം 5:30 ഹീലിംഗ് പവർ യേശുവിൻ്റെ ശരീരത്തിൽ നിന്ന് ഇറങ്ങി അവളെ സുഖമാക്കിയത്. അപ്പം നമ്മൾ ഈ മർക്കോസിന് 5 തിരിച്ചു വരാം, 5:30 തിരിച്ചു വരാം. അവിടെ വരുമ്പോൾ യേശു കർത്താവ് നിന്നിട്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ആരാണ് എൻ്റെ വസ്ത്രത്തെ തൊട്ടത്? യേശുവിന് അറിയത്തില്ലേ?
യേശുവിനെ നന്നായിട്ട് അറിയാം. യേശു ദൈവമാ. യേശുവിനെ അറിയാം അത്രയും ജനക്കൂട്ടത്തിന്റെ ഇടയിൽ ആരെ യേശുവിനെ തൊട്ടേന്നറിയാം. പക്ഷെ എന്തിനായിരിക്കുമോ യേശു കർത്താവ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്? ഞാൻ പറയാം എന്തിനാണെന്ന്. എന്ന് വെച്ചാൽ സഹോദരന്മാര് ശിഷ്യന്മാര് അടുത്ത് നിന്നിട്ട് അവര് പറയുക, കർത്താവെ എന്തോ ഒരു പരിപാടിയാ ഇങ്ങനത്തെ ഒരു ചോദ്യം, ഇത്രയും ജനക്കൂട്ടം ഇവിടെ നിൽക്കുന്നതിൻ്റെ ഇടയില് എങ്ങനെ ചോദിക്കാൻ സാധിക്കും? അതൊന്ന് വായിച്ചേ, മലയാളത്തിൽ ഒന്ന് വായിച്ചേ. 31 വേഴ്സ് നമ്പർ 31. ശിഷ്യന്മാർ അവനോട്, ആ പുരുഷാരം നിന്നെ നിൽക്കുന്നത് കണ്ടിട്ട് എന്നെ തൊട്ടത് ആരെന്ന് ചോദിക്കുന്നുവോ എന്ന് ആ എന്തുവാ കർത്താവേ എന്നെ തൊട്ടത് ആരെന്ന് എങ്ങനെയാ ചോദിക്കുന്നത്? ഇത് വേറെ പണിയൊന്നുമില്ല ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ. ഒരു 1000 കണക്കിന് ആൾക്കാരുണ്ട്, ഇടിച്ചു തള്ളി തിക്കി നിൽക്കുക, എന്തിനാ ചോദിക്കുന്നത് എന്നെ ആര് തൊട്ടെന്ന്? യേശുവിന് അറിയത്തില്ലേ? യേശുവിനറിയാം ആരാ തൊട്ടെന്ന്. പക്ഷെ യേശു ഇത് പറയാൻ കാരണം എന്താണെന്നറിയോ? സാക്ഷ്യപ്പെടുത്താൻ. ഹല്ലേലൂയ. ആ സ്ത്രീ വന്ന് സാക്ഷ്യപ്പെടുത്തുവാൻ. ഹല്ലേലൂയ. അവള് സ്തോത്രം, അവളുടെ ആ സാക്ഷ്യം വലുതാ. മറ്റുള്ളവർ ഇത് കേട്ടറിയണം. അപ്പൊ എത്ര വലുതാ നമ്മൾ സാക്ഷ്യപ്പെടുത്തുന്നത്. സ്തോത്രം. അപ്പൊ അവള് വലിയ ആവേശത്തോടെ ചെന്നു. അവൾക്ക് സുഖമായി, അവൾക്ക് മിണ്ടാതെ ആ സൗഖ്യം മേടിച്ചുകൊണ്ട് അവള് വീട്ടിൽ പോവാൻ ഇരുന്നതാ. ഇന്ന് പലയിടങ്ങളിലും പലവരും അവരുടെ ജീവിതത്തിനകത്ത് നന്മയൊക്കെ അനുഭവിച്ചിട്ടും മിണ്ടാതിരിക്കും. എന്തിനാ? മറ്റാരെങ്കിലും ഒക്കെ അറിഞ്ഞാലോ, എൻ്റെ വീട്ടുകാരറിഞ്ഞാലോ, എൻ്റെ വീട്ടുകാരറിഞ്ഞാൽ പറയോ, നീ ആത്മാവിലും സത്യത്തിലും പോകുന്ന ആരാധനയ്ക്ക് പോയിട്ടല്ലേ നിനക്ക് ഈ അനുഭവം കിട്ടിയത്? അയ്യോ, അവർ പിന്നെ എന്നെ ക്രൂശിക്കത്തില്ലേ, അവരെന്നെ അടി ഉണ്ടാക്കത്തില്ലേ, നീ എന്തിനാ അങ്ങോട്ട് പോയത് എന്ന് ചോദിക്കത്തില്ലേ? അതൊന്ന് ബ്രേക്ക് ചെയ്യണമായിരുന്നു. യേശു കർത്താവിന് ആ ഒരു ചിന്തയൊന്ന് പൊട്ടിക്കണമായിരുന്നു. തിരുവചനം പറയുന്നു, 33 തിരുവചനം, then the frightened woman trembling at the realization. ആ 33 ഒന്ന് വായിച്ചേ. സ്ത്രീ തനിക്ക് സംഭവിച്ചത് അറിഞ്ഞിട്ട് ഭയപ്പെട്ട് വിറച്ചുകൊണ്ട്. എന്തിനാ അവള് ഭയപ്പെട്ടത്? അവളുടെ ശരീരത്തിൽ വന്ന മാറ്റം, അവളുടെ ശരീരത്തിനകത്ത് വന്ന മാറ്റത്തെ ഓർത്ത് അവൾക്ക് ഭയമുണ്ടായി. ദൈവം വലിയവനാണെന്നുള്ള ആ ഒരു മഹാഭയം, ദൈവം വലിയവനാണെന്നുള്ളൊരു മഹാ അത്ഭുതം അവളുടെ അകത്തേക്ക് കയറിയപ്പോൾ, വെച്ചാൽ വർഷങ്ങളായിട്ട് 12 വർഷങ്ങളായിട്ട് ഒരു ഡോക്ടറിന് പോലും അവളെ സുഖമാക്കാൻ പറ്റാത്തത് ഈ അത്ഭുതവാനായ ദൈവത്തിന് സുഖമാക്കാൻ പറ്റിയെന്ന് അവൾ തിരിച്ചറിഞ്ഞപ്പോൾ അവൾക്ക് ദൈവത്തിനെ കുറിച്ച് അവൾക്ക് ഭയമുണ്ടായി. ആ റെസ്പെക്റ്റിൽ നിന്ന് അവൾക്ക്, ഞാൻ പറയട്ടെ, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പനി മാറ്റി തന്നോ, ദൈവത്തിനെ കുറിച്ച് മഹാഭയം ഉണ്ടാവണം. സ്നേഹത്തിൽ നിന്ന്. എന്നുവെച്ചാൽ അയ്യോ ഞാൻ ഇനി ദൈവത്തിന്റെ അടുക്കത്തില്ല, അയ്യോ ഞാൻ ഇങ്ങനെ പോകും, അതല്ല. സ്നേഹത്തിൽ നിന്നുള്ള, ബഹുമാനത്തിൽ നിന്നുള്ള ഭയം. ഓസം. അതാണ് നമ്മൾ ഹെബ്രായരുടെ ലേഖനം 12 സ്തോത്രം ഹല്ലിയ ആ വാക്യം ഒന്ന് വായിച്ച്. ഹെബ്രായരുടെ ലേഖനം 12:28 അല്ലേ, 14:28. സ്തോത്രം. ഹീബ്രൂസ് അല്ല, 12:28 ഒന്ന് വായിച്ച്. ആകയാൽ ഇളകാത്ത രാജ്യവും പ്രാപിക്കുന്നത് കൊണ്ട് ആമേൻ, ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും ഹല്ലിയ സേവ ചെയ്യാൻ. ഹല്ലിയ. ഓസം. ഹോലി ഫിയർ. ഹോലി ഫിയർ എന്താ കൊണ്ടിരുന്നത്? ബഹുമാനം കൊണ്ടുവരും. ഹോലി ഫിയർ നമ്മൾ ഇനി പാപം ചെയ്യത്തില്ല. ഹല്ലിയ. ഹോലി ഫിയർ ഇത് കാണുമ്പോൾ, ദൈവസന്നിധിയിൽ വരുമ്പോൾ വലിയ ആത്മാർത്ഥതയോടെ നമ്മൾ കടന്നു ചെല്ലും. കണ്ടിട്ടില്ലേ ചിലവര് ദൈവസന്നിധിയിൽ ഇരിക്കും, മൊബൈൽ ഫോണും നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കും. കണ്ടിട്ടില്ലേ ചിലവര് കുഞ്ഞുങ്ങൾ ചെയ്യുന്നത് പോലെ അവിടെ ഇവിടെ അലക്ഷ്യമായിട്ട് നിൽക്കും. എന്താ? ഹോളി ഫിയർ അകത്തില്ലാത്തത് കൊണ്ടാ, ദൈവത്തിനോട് ബഹുമാനമില്ലാത്തത് കൊണ്ടാ. പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ 10 കാര്യങ്ങൾ സംസാരിച്ചിട്ട് പ്രാർത്ഥിക്കാനിരിക്കും. ഹോളി ഫിയർ നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാ. ഇവളെ കുറിച്ച് പറയുന്നു, ഹല്ലേലൂയ, ഇവളുടെ അകത്ത് ഭയം വന്നു. എന്നാന്ന് വെച്ചാൽ തിരുവചനം പറയുന്നു അവൾക്ക് ഭയമുണ്ടായ. 33 തിരുവചനം വ്യക്തമായി വായിക്കണം, മർക്കോസിന്റെ 5:33. Then the frightened woman trembling at the realization of what had happened to her. കണ്ടോ? അവൾക്ക് ഭയമുണ്ടായത് അവളുടെ അകത്ത് നടന്ന മഹാ അത്ഭുതത്തിനെ ഓർത്ത അവൾക്ക് ഭയവും വിറച്ചിലും ഉണ്ടായത്. എന്നുവെച്ചാൽ ലോകത്തിന് അവളെ സുഖമാക്കാൻ പറ്റാത്തടത്ത് ഈ മഹാ അത്ഭുതവാനായ ദൈവത്തിന് അവളെ സുഖമാക്കാൻ കഴിഞ്ഞു. ഇതാണ് അവളുടെ അകത്ത് ഭയം കൊണ്ടത്. ഹോളി ഫിയർ. ഹല്ലേലൂയ. വിശുദ്ധ ഭയം.
സ്തോത്രം. അതാണ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ, ഞാൻ അങ്ങനെ പറയാ, ഹോളി ഫിയർ ആൻഡ് ഓ എന്ന് പറഞ്ഞാൽ അത്ഭുതവാൻ അല്ലേ. നമ്മളുടെ ഹൃദയത്തിനകത്ത് കർത്താവ് ഒരു ചെറിയ കാര്യമെങ്കിലും ചെയ്തോ, ഞാൻ പറയട്ടെ, ദൈവത്തിനെ ലാഘവമായിട്ട് കാണല്, നിസ്സാരമായിട്ട് ദൈവത്തിനെ കാണല്. ദൈവം മഹാമനസ്സുള്ളവനും ദയുള്ളവനും കരുണയുള്ളവനുമാ. ശരിയാ, കാലുമേ കാലൊക്കെ വെച്ച് അലക്ഷ്യമായി ചിലവരിയ്ക്കും അല്ലേ. ചിലവര് 100 കൂട്ടം കാര്യങ്ങൾ, ഒരു ഫോൺ കോൾ വന്നാൽ ആ ഫോൺ കോളും എടുക്കും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ. ഞാൻ മറ്റാരേക്കും ഞാൻ ഇരുതല മൂർച്ചയേറിയ വാളായ വചനമാ പറയുന്നവർക്കും കേൾക്കുന്നവർക്കും ഒരേപോലെയാ. സ്തോത്രം. ഇത് ദൈവസന്നിധിയിൽ നമുക്കൊന്ന് കർത്താവിനോടൊന്ന് ഏറ്റുപറയാം. കർത്താവ്, എവിടെങ്കിലും എൻ്റെ കൊടുക്കൽ വാങ്ങലില്, എൻ്റെ നോട്ടത്തില്, എൻ്റെ സംസാരങ്ങളില് ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ എവിടെങ്കിലും ദൈവഭയമില്ലാത്ത വണ്ണം എവിടെങ്കിലും ഒരു സംസാരം, ഒരു നോട്ടം, ഒരു കൊടുക്കൽ വാങ്ങൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ കർത്താവേയോ എന്നോട് ക്ഷമിക്കണമേ. എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത വലിയ കാര്യമാ. ഈ വചനം കേട്ട് എനിക്ക് രക്ഷപ്പെടാൻ കിട്ടിയ മഹാഭാഗ്യം ഓർക്കുമ്പോൾ തന്നെ അതൊരു വലിയ കാര്യമാ. സ്തോത്രം. ഹാലിയ. ദൈവം മനസ്സലിവുള്ളവനും ശക്തനുമാ. പക്ഷെ ദൈവസന്നിധിയിൽ അടുക്കുന്നത് വലിയ ഭയത്തോടെയും വിറയിലോടെയും ആയിരിക്കണം. ഓ, എൻ്റെ ദൈവം എൻ്റെ കളിക്കൂട്ടുകാരനല്ല, ദൈവമാ. യേശു മഹാമനസ്സുള്ളവനാ, പക്ഷെ ദൈവമാ. ഹി ഈസ് ഹോലി. ഹല്ലേലൂയ. സിംഹാസനത്തിൽ വാഴുന്നവനാ, തീയുടെ നടുവിൽ ശോഭിക്കുന്നവനാ. ഹല്ലേലൂയ. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളുള്ളവനാ. സ്തോത്രം. അവനെക്കുറിച്ച് പറയാൻ എത്ര പേർക്ക് ലജ്ജയാ. യേശു എൻ്റെ ജീവിതത്തിൽ ചെയ്തതാണെന്ന് പറയാൻ എത്ര ലജ്ജയാ മനുഷ്യർക്ക്. സ്തോത്രം. കർത്താവ് ആ ലജ്ജയെ പൊട്ടിക്കുമായിരുന്നു. യേശുവിനെ അറിയാമായിരുന്നു ആരാ യേശുവിനെ വന്ന് തൊട്ടേന്ന്. പക്ഷെ യേശുവിന് ആ ലജ്ജയൊന്ന് പൊട്ടിക്കണമായിരുന്നു. സ്തോത്രം. തിരുവചനം പറയുന്നു, അവൾ അവൻ്റെ മുട്ടുമേൽ വന്ന് അവൾ വീണ് അവൻ്റെ മുമ്പിൽ നമസ്കരിച്ചു. ഹല്ലേലൂയ. എന്നിട്ട് അവനോട് പറഞ്ഞു. ഹല്ലേലൂയ. ആ 33 മലയാളത്തിൽ ഒന്നും കൂടെ വായിച്ചേ. സ്ത്രീ തനിക്ക് സംഭവിച്ചത് അറിഞ്ഞിട്ട് ഭയപ്പെട്ട് വിരച്ചു കൊണ്ടുവന്ന് യേശുവിന്റെ മുമ്പിൽ വീണു. വസ്തുത ഒക്കെയും യേശുവിനോട് പറഞ്ഞു. അവള് സാക്ഷ്യപ്പെടുത്തി. അപ്പം സാക്ഷ്യം പറയുന്നത് എത്ര വലിയ ഒരു കാര്യമാ. സ്വർഗത്തിന് ആ സാക്ഷ്യം കേൾക്കണം. സ്വർഗത്തിന് കേൾക്കണം, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു വിഷയമുണ്ടായിരുന്നു, ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ യേശു എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചു. സ്തോത്രം. സ്വർഗത്തിന് അത് കേൾക്കണം. എന്തിനാണെന്നറിയോ? ഓരോ സാക്ഷ്യം ഉയരുമ്പോൾ സ്വർഗരാജ്യം വിസ്താരമായിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെയും എൻ്റെയും സാക്ഷ്യങ്ങൾ ആരെയും ഭയക്കല്ല്. വീട്ടിൽ ഭർത്താവിനെയോ ഭാര്യയോ മക്കളെയോ അപ്പൂപ്പനെയോ അമ്മൂമ്മയോ ആരെയും ഭയക്കല്ല്. യേശുവിനെ സാക്ഷ്യം പറയണമെങ്കിൽ പറഞ്ഞിരിക്കണം. സ്തോത്രം. 10 പേരറിയണം യേശു എൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തുവെന്ന്. ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ പിശാചിൻ്റെ ചങ്ങലകൾ പൊട്ടുകയും പിശാചി കയറി വരുന്നതിന്റെ ശക്തി കുറയുകയും ദൈവരാജ്യം വലുതായിക്കൊണ്ടിരിക്കുക. കർത്താവിൻ്റെ രാജ്യത്തിന് ശക്തി ഉണ്ടായിക്കൊണ്ടിരിക്കുക. സ്തോത്രം. നിങ്ങളും ഞാനും സാക്ഷ്യം പറയാം. ഞാൻ കേട്ടിട്ടുണ്ട് 15 വർഷം മുമ്പ് നടന്ന സാക്ഷ്യങ്ങളൊക്കെ ഓരോരുത്തര് പറയുന്നത് 15 വർഷം കഴിഞ്ഞിട്ടാണ് അവര് പറയുന്നത്. 15 വർഷം മുമ്പ് പറഞ്ഞില്ല. യേശു കർത്താവ് ഒരു സാക്ഷ്യം പറയുമ്പോൾ അവരോർക്കുന്ന, ഏതെങ്കിലും ഒരു കാര്യം നടക്കുമ്പോൾ ആരെങ്കിലും സാക്ഷ്യം പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു സാക്ഷ്യം പറയുമ്പോഴേ അവരോർക്കുന്നത് 15 വർഷം മുമ്പ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എവിടെയെങ്കിലും സാക്ഷ്യം പറഞ്ഞു? അയ്യോ ഇല്ല, പറഞ്ഞില്ല. അങ്ങനെയല്ല. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിനോട് സാക്ഷ്യം പറയണം. സ്തോത്രം. എന്നാലേ മറ്റുള്ളവർ കേൾക്കത്തുള്ളൂ. ഈ കേൾക്കുമ്പോഴാണ് മറ്റുള്ളവർ വിടുവിക്കപ്പെടുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. എന്നിട്ട് യേശു കർത്താവ് അവളെ പറഞ്ഞയച്ചു. അവളുടെ അനുഗ്രഹം കൊണ്ട് അവൾ പോയി. സ്തോത്രം. എന്നാ അത്ഭുതകരമായ ഒരു ഭാഗമാണ് നമ്മൾ ഈ വായിച്ചു കേട്ടത്. സ്തോത്രം. ഞാനിത് പ്രാർത്ഥിക്കുന്നു, ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിനകത്ത് നാളുകളായിട്ടുള്ള വിഷയങ്ങൾ പൊളിഞ്ഞ് അടിവേരോടെ പൊളിഞ്ഞു മാറട്ടെ. സ്തോത്രം. ആ വിഷയങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടാവട്ടെ. 2, ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. വചനം കേൾക്കാൻ, പ്രാർത്ഥനയ്ക്ക് കൂടാനൊക്കെ വരുന്ന ഓരോരുത്തരും വലിയ ആവേശത്തോടെ ദൈവം ഇന്ന് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും എന്നുള്ള വലിയ ആവേശത്തോടെ കയറുവാൻ കർത്താവ് സഹായിക്കട്ടെ, പ്രാർത്ഥിക്കുവാൻ സഹായിക്കട്ടെ. സ്തോത്രം. 3, ഞാൻ പ്രാർത്ഥിക്കുന്നു, ജീവിതത്തിനകത്ത് ഒരു അത്ഭുതം നടന്നിട്ടുണ്ടെങ്കിൽ അത് 10 പേരറിയട്ടെ. അല്ലെ, ഇതറിഞ്ഞാൽ മാത്രമേ യേശുവിൻ്റെ നാമം വലുതാവത്തുള്ളൂ, ദൈവരാജ്യത്തിന് മഹത്വം ഉണ്ടാവത്തുള്ളൂ. മറ്റുള്ളവര് കേട്ടു വിശ്വസിച്ച് അവര് പ്രാർത്ഥനയ്ക്ക് കടന്നു പോകത്തുള്ളൂ, യേശുവിനെ തേടി പോകത്തുള്ളൂ. സ്തോത്രം.
4, ഞാൻ പ്രാർത്ഥിക്കുന്നു, സാഹചര്യങ്ങളെ നോക്കി അല്ല നടക്കേണ്ടത്, പക്ഷേ ആ രക്തസ്രാവ സ്ത്രീയുടെ ഹൃദയത്തിനകത്ത് ഒരു ചിന്തയുണ്ടായിരുന്നു. ആ ചിന്ത എന്തുവായിരുന്നു? എൻ്റെ അവസ്ഥ, എൻ്റെ സാഹചര്യം അല്ലായിരുന്നു അവളുടെ ചിന്ത. അവളുടെ ചിന്ത ഇതായിരുന്നു, ഞാനൊന്ന് പോയി അവൻ്റെ തൊങ്ങലെ തൊട്ടാൽ എനിക്ക് സൗഖ്യമുണ്ടാകും. സ്തോത്രം. വരാൻ പോകുന്ന അത്ഭുതം, വരാൻ പോകുന്ന മിറക്കിൾ, ഹല്യ, കയ്യിൽ അനുഭവിക്കാൻ പോകുന്ന ആ സൗഖ്യം, വിടുതൽ, ഇതായിരിക്കട്ടെ ചിന്തകളും കൊണ്ട് നിറയുന്നത്. സ്തോത്രം. ചിന്തകളെ നിറയ്ക്കുന്നത്. സ്തോത്രം. സാഹചര്യങ്ങളല്ല ചിന്തകളെ നിറയ്ക്കുന്നത്, പക്ഷെ എനിക്ക് കിട്ടാൻ പോകുന്ന വിടുതൽ, എനിക്ക് കിട്ടാൻ പോകുന്ന സൗഖ്യം, എൻ്റെ ജീവിതത്തിൽ ലഭിക്കാൻ പോകുന്ന മറുപടി, ഇതായിരിക്കട്ടെ ചിന്തകൾ നിറഞ്ഞു നിൽക്കുന്നത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഈ വചനത്താൽ നിറയട്ടെ. ഹല്ലേലൂയ. യേശു അത്ഭുതം ചെയ്യട്ടെ ജീവിതത്തിനകത്ത്. സകല നന്മയാൽ നിറയ്ക്കട്ടെ യേശുവിൻ നാമത്തിൽ. ആമേൻ, ആമേൻ. സ്തോത്രം.